ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ചീര തോരനാണ്. ഈ ഒരു തോരൻ എന്ന് പറയുന്നത് സാധാരണ ചീര കൊണ്ടിട്ടുള്ളൊരു തോരനല്ല, പൊന്നാങ്കണ്ണി അഥവാ അക്ഷരച്ചീര എന്നറിയപ്പെടുന്ന ചീര കൊണ്ടിട്ടുള്ളൊരു തോരനാണ്. കണ്ണിനും കുടലിനും ഒരുപോലെ സംരക്ഷണം നൽകുകയും അതുപോലെ തന്നെ കാഴ്ചശക്തി കൂട്ടാനും പോരാത്തതിന് വയറുവേദന ശമിപ്പിക്കാനൊക്കെ നമ്മൾ ഈ ഒരു അക്ഷരച്ചീര അഥവാ പൊന്നാങ്കണ്ണി ചീര നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ടെറസ് ഗാർഡനിൽ ഉണ്ടായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര കൊണ്ടിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തോരൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഔഷധ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു അഗ്രോ ബാഗിലെങ്കിലും നട്ടു വളർത്താനായിട്ട് നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. ഒരു 10-42 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു ചീര കഴിക്കുകയാണെങ്കിൽ കാഴ്ചശക്തി കുറഞ്ഞവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിന് തന്നെ ചീര വൃത്തിയായി കഴുകി വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കാം. കൊച്ചുള്ളിയും അതേപോലെ തന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളകും നമുക്ക് അരിഞ്ഞു വയ്ക്കാം. ഇനി നമുക്ക് ചീര തോരൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊരു ടേബിൾ സ്പൂൺ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും അതേപോലെ തന്നെ ഞാനിവിടെ 2 ചുവന്ന മുളകും എടുത്തിട്ടുണ്ട്. അതും കൂടെ മുറിച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റണം. ഉള്ളി വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിടി തേങ്ങയാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് അതും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളമൊന്നുമില്ലാത്ത ചീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊന്നാങ്കണ്ണി ചീര ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടക്കി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത്രയുള്ളൂ, നമ്മുടെ പൊന്നാങ്കണ്ണി കൊണ്ടിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഇതിൻ്റെ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുതേ. താങ്ക്